ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ചെരിക്കോട് മുണ്ടയാട്ടുകുളം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടിയോളം രൂപ ചെലവിട്ട് നവീകരിക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം എംഎൽഎ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു. 200 വർഷത്തിലേറെ പഴക്കമുള്ള കുളമാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ചെരിക്കോട് വാർഡിലെ മുണ്ടയാട്ടുകുളം. നാട്ടുകാരുടെ അപേക്ഷപ്രകാരം വാർഡ് കൗൺസിലർ ത്രേസ്യാമ്മ മാത്യുവിന്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ് വിസ്മൃതിയിലായ കുളം വീണ്ടെടുത്ത് നവീകരിക്കാൻ തീരുമാനിച്ചത്. വർഷങ്ങൾ പഴക്കമുള്ള കുളം നിലവിൽ മണ്ണ് നിറഞ്ഞും കാട് കയറിയും നികന്ന നിലയിലായിരുന്നു. ഒരുപാട് ഐതിഹ്യമുള്ള കുളം ഇനി 6 മാസത്തിനകം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. 2021 മുതൽ നിരന്തര ഇടപെടലിലൂടെയാണ് 53 സെന്റ് സ്ഥലം നഗരസഭയുടേതാക്കി മാറ്റിയത്. ആധുനിക കാലഘട്ടത്തിലും മുങ്ങിമരണങ്ങൾ വ്യാപകമാവുന്ന കാലഘട്ടത്തിലും കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിനും പ്രയോജനപ്പെടുത്താൻ കുളം യാഥാർത്ഥ്യമാവുന്നതിലൂടെ സാധിക്കുമെന്ന് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത എംഎൽഎ പറഞ്ഞു. നാനാജാതി മതസ്ഥരായ ജനവിഭാഗങ്ങൾ ഒരുമയോടെ താമസിക്കുന്ന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിളനിലമാണ് ഫലഭൂയിഷ്ടമായ ഈ കർഷക മണ്ണ്. ഇവിടെ നിരവധിയായ വികസന സ്വപ്നങ്ങൾ ഈ നാടിനെ സംബന്ധിച്ചുണ്ട്. ആ വികസന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആഗ്രഹത്തോടൊപ്പം ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി ഓരോ പദ്ധതികളും ഘട്ടഘട്ടമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഏറ്റവും ആവശ്യമായ ഒന്നത് നമ്മുടെ റോഡിന്റെ നിർമ്മാണങ്ങളായി. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരുപക്ഷെ ഈ നാട്ടുകാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇത്തരമൊരു സൗഭാഗ്യം നമുക്ക് കൈവന്നിട്ടുണ്ട്. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല, മലയോര മേഖലയ്ക്ക് ആകെ അഭിമാനകരമായ ഒരു പദ്ധതിക്കാണ് ഇവിടെ ചെരിക്കോട് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന നമ്മുടെ നീന്തൽക്കുളം. ഒരു നീന്തൽക്കുളത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാനും കൗൺസിലറും ഇവിടെ പറഞ്ഞു. മലയോര മേഖലയിലെ പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളിൽ വെള്ളപ്പൊക്കത്തിലൊക്കെ നിരവധിയായ ആളുകൾ നമുക്ക് അവരുടെ ജീവൻ അപഹരിച്ചതായ സംഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേദനയോടെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ഓരോ വർഷവും 1-2 മരണങ്ങളൊക്കെ ഒരു തുടർക്കഥയായി മാറുന്ന വളരെ വേദനാജനകമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുക. തിരൂരും പയ്യാവൂരും ചന്ദനക്കാമ്പാറയും അതുപോലെ തന്നെ ശ്രീകണ്ഠാപുരത്തും ചെങ്ങളായിലും ആലക്കോടും ദേരോപുഴയിലും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ അപകടത്തിൽപ്പെട്ട് ഒഴുക്കിൽപ്പെട്ട് നമ്മുടെ കുട്ടികൾ മരണപ്പെട്ട ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒട്ടേറെ കുടുംബങ്ങളെ കണ്ണീരിൽ ആഴ്ത്തിയ അമ്മമാരെ കണ്ണീരിലാഴ്ത്തിയ സംഭവങ്ങളാണ് നമ്മുടെ എല്ലാം മനസ്സിലുള്ളത്. അതിനൊക്കെ പൂർണ്ണമായും ഒരു പരിഹാരം എന്ത് എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണെങ്കിലും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ഉറപ്പുവരുത്തി അത്തരം ദുരന്തങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ അവരെ പ്രാപ്തമാക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം അവരുടെ പഠനത്തിന്റെ ഭാഗമായി തന്നെ മാറ്റണമെന്ന് നിഷ്കർഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിലാണ് 80 ലക്ഷം അനുവദിച്ചത്. ഇതുകൂടാതെ ശ്രീകണ്ഠാപുരം നഗരസഭ 10 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. 1 കോടിയോളം രൂപയുടെ പദ്ധതിയുടെ കുളം നവീകരിച്ച് മനോഹരമായാൽ ശ്രീകണ്ഠാപുരം നഗരസഭയ്ക്ക് തന്നെ അത് വലിയ മുതൽക്കൂട്ടാകും. കുളത്തിനൊപ്പം ഭാവിയിൽ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനും പദ്ധതികൾ വരികയാണ്. ശ്രീകണ്ഠാപുരം നഗരസഭ അധ്യക്ഷ ഡോക്ടർ കെ.വി. ഫിലോമിന അധ്യക്ഷയായിരുന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയും ചെരിക്കോട് വാർഡ് കൗൺസിലറുമായ ത്രേസ്യാമ്മ മാത്യു, നഗരസഭാ സെക്രട്ടറി ടി.വി. നാരായണൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോസഫീന വർഗീസ്, പി.പി. ചന്ദ്രാംഗതൻ, കെ.സി. ജോസഫ്, ഫാദർ സ്റ്റീഫൻ കൊളക്കാട്ടുകുടി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ.വി. രാമകൃഷ്ണൻ, ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി അംഗം വിജയകുമാർ, കേരള കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ബോബി ജോസഫ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മാത്യു മത്തായി, സോമേശ്വരി അമ്പലം ട്രസ്റ്റ് സെക്രട്ടറി രാമചന്ദ്രൻ എന്നിവരും സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം, സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു. പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക? ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു. അതെ, പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ. എത്ര മനോഹരമായ ഡിസൈനുകൾ, എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ, എത്ര ഹൃദ്യമായ ഓഫറുകൾ. അതെ, എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ. My home, my furniture, Homescape, furniture, interior, lighting, പയ്യാവൂർ, കണ്ണൂർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A Channel
നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.